ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ വീണ്ടും മിമിക്രി മഹോത്സവത്തിനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് കുറച്ച് നല്ല കിടില മിമിക്രി ഒക്കെ കാണാം. ആൻഡ് ഇത്തവണ നമ്മുടെ പത്തനംതിട്ട ഓഡിഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ വേദിയിലേക്ക് വലിയൊരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം സുബിത്. ഹലോ സുബിത്തേട്ടാ, നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു? എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പട്ടാഴിയിലാണ്. ഓക്കെ. ഞാൻ പ്രസന്റിൽ വർക്ക് ചെയ്യുന്നത് CRPF ഛത്തീസ്ഗഡ്. പട്ടാൾക്കാരാണ്, അടിപൊളി. അപ്പൊ ഇപ്പം ലീവില് ആണോ, ലീവിന് വന്നിരിക്കുകയാണോ? ഞാൻ ഓഡീഷനിൽ വന്ന സമയത്ത് ലീവിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി, ഒരു കോൾ വന്നു, പെട്ടെന്ന് റിസ്ക് എടുത്ത് ലീവ് എടുത്ത് പോരുന്നു. നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? ഒരു പട്ടാളക്കാരന് മാത്രം കിട്ടുന്ന കാര്യമാണ്. പെട്ടെന്ന് വിളിക്കുക, അങ്ങോട്ട് പോവാ അല്ലേ? അവിടുന്ന് പെട്ടെന്ന് വിളിക്കുക, ഇങ്ങോട്ട് വരാ. പെട്ടെന്ന് പോകുന്ന ഒന്ന് യുദ്ധം വരുമ്പോഴും പിന്നെ ഐറ്റം വേറെ. അതിലെല്ലാം ഉപരി എനിക്ക് ഇതിനോടുള്ള ഒരു പാഷനാണ്. അല്ല, ഇതിൽ ചേരുന്നതിന് മുമ്പ് മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നോ? മിമിക്രി ചെയ്യുമായിരുന്നു. ഞാൻ 2003 കേരളോത്സവം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവിടുന്ന് പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണോ വന്നത്? പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അവിടെ ഭയങ്കര കാടാണ്. ഏകദേശം എൻ്റെ സിറ്റിയിലേക്ക് വരണമെങ്കിൽ 23 കിലോമീറ്റർ വരണം, ഒരു കട എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ. എവിടെയാണ് സ്ഥലം? ഛത്തീസ്ഗഡ്. അവിടുന്ന് ബസ്സിലൊക്കെ വന്ന ട്രാവലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 450 കിലോമീറ്റർ താണ്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 12 മണിക്കൂർ എടുത്തു, അതും ലോക്കൽ ബസ്സിൽ. അത് വിജയവാഡ വരെ വരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും ലോക്കൽ ട്രെയിനിൽ കയറി വരേണ്ടി വന്നു. ടിക്കറ്റ് ഒന്നും കിട്ടില്ല, പെട്ടെന്ന് വിളിച്ചോണ്ട് നമുക്ക് ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് ആദ്യത്തെ ഐറ്റത്തിലേക്ക് കടന്നാലോ സാർ? അപ്പൊ ആദ്യം എന്താണ്? ആദ്യം ഞാൻ ചെയ്യുന്നത് നെടുമുടി വേണുവിന്റെ. താൻ എന്താ പറഞ്ഞ്? ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചിട്ടില്ലെന്നോ? പഴഞ്ചനാ, സ്വാർത്ഥനാണ്, തന്നിഷ്ടക്കാരനാ. അതൊക്കെ ഞാൻ സഹിക്കും. ഞാൻ എൻ്റെ പൊന്നുമോനെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം പറയരുത്. നീ ഇത് കണ്ടോ? ഞാൻ എൻ്റെ പൊന്നുമോൻ എഴുതിയ കത്തുകളാ. കണ്ണുനീർ വീണ് മഷിമാഞ്ഞ പാടുകളുണ്ട് ഇതില്. ഞാനല്ലേ അവൻ്റെ അച്ഛൻ? എന്റെ മുമ്പിലൊന്ന് തലകുറിച്ചു എന്ന് കരുതി അവനെന്താ നഷ്ടപ്പെടാനുള്ളത്? അടുത്തായിട്ട് ബാലചന്ദ്രൻ മേനോൻ. പവൻ വരുമോ? പവനല്ല, പത്തരമായിട്ടുള്ള തങ്കം. ഈശ്വരൻ അച്ഛന് കൊടുത്ത സ്നേഹത്തിന്റെ നന്മയുടെ പത്തരമാറ്റ് തങ്കം. ഇന്നലെ കണ്ട ഒരു പെണ്ണിനു വേണ്ടി ആയുസ് മുഴുവനും തനിക്കായി ജീവിച്ച അച്ഛൻ്റെ സ്നേഹം തല്ലിക്കെടുത്തിയെങ്കിൽ എനിക്ക് തന്നോട് പുച്ഛം തോന്നുമായിരുന്നു. പക്ഷേ സ്നേഹത്തെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ എല്ലാ കണക്കുകളെയും തെറ്റിച്ചു കളഞ്ഞു. അടുത്തത് ആറാട്ടെണ്ണം. മോളിൽ ആക്ടിങ് ചെയ്യാം, പക്ഷെ ആൾ ശരിയല്ല. സാമോ ജാടിയാണ്, ഫുൾ ജാടിയാണ്, കോമഡി ഇല്ല, പട്ടി ഷോയാണ്. ഞാൻ വെള്ളോടിയില്ല, പെണ്ണോടിയില്ല, സീറ്റോടിയില്ല, തമ്പാക്കും ഇല്ല, എജുക്കേറ്റാണ്. താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് വിളിക്കാം, ജീവിതം കൊടുക്കാൻ തയ്യാറാണ്. നെക്സ്റ്റ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ, കപ്പുപിടി അച്ഛൻ. നല്ല ഭർത്താവിന് 10 യോഗ്യതകളുണ്ട്. 10 യോഗ്യതകളും കൂടി ഒരുമിച്ച് കിട്ടിയാൽ ഉത്തമനായ ഭർത്താവ് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നവനും, രണ്ടാമതായി കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുന്നവനും, മൂന്നാമതായി അല്പനേരം പ്രാർത്ഥിക്കുന്നവനും, നാലാമതായി 8 മണിക്ക് കാപ്പി കുടിക്കുന്നവനും, അഞ്ചാമതായി 9 മണിക്ക് പണിക്ക് പോകുന്നവനും, ആറാമതായി ഉച്ചയ്ക്ക് 12:30 മണിക്ക് ഉണ്ണുന്നവനും, ഏഴാമതായി 2:30 വരെ അല്പം മയങ്ങുന്നവനും, എട്ടാമതായി 2:30 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും പണിക്ക് പോകുന്നവനും, ഒമ്പതാമതായി വൈകിട്ട് 5:30 മണിക്ക് പണി നിർത്തുന്നവനും, പത്താമതായി രാത്രി 8 മണിക്ക് വീണ്ടും പ്രാർത്ഥിച്ച് കിടന്നു തുടങ്ങുന്നവനുമാണ്. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ എവിടെ കാണുമെന്ന് ചോദിച്ചാൽ പൂജ സെൻറ്റ് ജയിലിൽ മാത്രമേ കാണത്തുള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് MS തൃപ്പൂണിത്തുറ. പ്രേമചന്ദ്രനല്ലേ ഇത്? വേണ്ട ചൂടില്ല. പ്രേമചന്ദ്രനെ എനിക്ക് തെറ്റാനോ?
ഇവന്റെ കൂടെ ഒരു ദിവസം വിജയവരും ആയുസിൽ മറിയില്ല. പിന്നല്ലേ 3 വർഷം പഠിപ്പിച്ച ഞാൻ. സൂപ്പർ. നസി ഷെഗണായി നാദസ്വരത്തിന്റെ ചെറിയ സൗണ്ട് അല്ലേ? കണ്ടോ, ആ ഒരു ഇൻസ്ട്രുമെന്റ് Yes, yes. ഓക്കെ. താങ്ക് യു. എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു അല്ലേ ചേട്ടാ? കഴിഞ്ഞാ കഴിഞ്ഞോന്ന് ചോദിച്ചാൽ അല്ല കഴിഞ്ഞു. അല്ല ഞാൻ ചോദിക്കണത് ന്യൂ ജനറേഷനിലുള്ള സ്റ്റാറുകൾ ചെയ്യില്ലേ? ബിജു ചേട്ടാ നമുക്കിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം സമയത്തിന്റെയും സന്ദർഭവും ഒക്കെ ഒരുപാട് പരിധിയുണ്ട്. ഒരുപാട് പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചത്. ഓക്കെ. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1 മണി മുതൽ 3 മണി വരെയുള്ള ആ ഒരു റെസ്റ്റ് ടൈമിലാണ്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ആ ഒരു എഫേർട്സ് ഒരു വലിയ കൈയടി. തീർച്ചയായിട്ടും. പാട്ട് പാടോ സാർ? ഒരു കവിത. ഓക്കെ. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. Nice. അല്ല, ക്യാമ്പില് സുഹൃത്തുക്കൾ മലയാളികളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ചെന്ന സ്ഥലത്ത് ഒരു മലയാളി ഉള്ളത് ഞാനാ. അല്ല, അവരുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വരുന്നേ ഉള്ളൂ പോസ്റ്റ്. ഞാൻ പുതിയ സ്ഥലത്തോട്ട് ഈ 16 റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ മറ്റുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ വന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ എത്ര മലയാളീസ് ഇനി ക്യാമ്പിൽ ഉണ്ടാവും ഇല്ല എന്നുള്ളതൊക്കെ. എന്തായാലും നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ചെയ്തൊക്കെ നന്നായിരുന്നു. പിന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് ചെയ്തതാണല്ലോ, അതിനുശേഷമാണല്ലോ ഇപ്പൊ ഈ വേദിയിൽ വന്ന് ചെയ്യുന്നത്. ഞാൻ ഏകദേശം കഴിഞ്ഞ ഓണത്തിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് ടച്ച് ചെയ്യുന്നത്. നമ്മുടെ ഒഡീഷന് തൊട്ട് മുമ്പൊന്ന്. ഓക്കെ, അപ്പൊ ഇനിയും പ്രാക്ടീസ് ചെയ്യുക. നല്ല നല്ല സ്റ്റാറുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും ലിമിറ്റേഷന്റെ ഇടയിലും തിരക്കുകളുടെ ഇടയിലും നിന്നിട്ട് ഇത്രയേറെ സംഭവങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെന്ന് വേണം പറയാനായിട്ട്. നേരത്തെ സ്റ്റാർ ആയിരുന്നു മുമ്പ്. അപ്പം അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഇവിടെ വീണ്ടും വന്ന് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഒരു വലിയ താങ്ക്സ് കൂടെ പറയാട്ടോ. നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നതിൽ ഒരു വലിയ താങ്ക് യു പറയുന്നു. നിങ്ങള് അവിടെ ആക്ച്വലി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ Safe ആയി. കോമഡികൾ പറയാനും ഞങ്ങൾക്ക് ചിരിക്കാനും ഒരുപക്ഷെ പറ്റുന്നുണ്ടാവും. സത്യം. ഓക്കെ സാർ, അപ്പം പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ലീവിന് വരുമ്പോൾ നമ്മുടെ വേദിയിലേക്ക് വരിക പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് കേട്ടോ. തീർച്ചയായും. അപ്പൊ ആ ഉള്ളിലെ കല അതൊരിക്കലും കളയണ്ട. ഓക്കെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.